ഹായ്, അസ്യൂമാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് പാഠഭാഗങ്ങൾ ഈ ചാനലിലൂടെ തുടങ്ങുകയാണ്. നമുക്കറിയാം 10ന്റെ ഒന്നാമത്തെ പാഠം സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന പാഠം. ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട അരിത്മെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ആദ്യം തുടക്കം എന്ന നിലക്ക് സമാന്തര ശ്രേണികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഖ്യാശ്രേണികളെ കുറിച്ച്, നമ്പർ സീക്വൻസുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമ്പർ സീക്വൻസുകളെ കുറിച്ച് നമുക്ക് ജിയോമെട്രിയിൽ നിന്ന് തുടങ്ങാം. സമചതുരങ്ങൾ അഥവാ സ്ക്വയേഴ്സ് നമുക്ക് പരിചയമുണ്ട്. 4 സ്ക്വയറുകൾ നമ്മൾ വരയ്ക്കും. ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കും. നാല് സ്ക്വയറുകളും വ്യത്യസ്ത വശങ്ങളുള്ളവയാണ്. അതായത് സൈഡ്സ് 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഇതാണ് ഇവയുടെ സൈഡ്സ്. അപ്പോൾ സൈഡ്സ് നമ്മൾ കണ്ടു. 1, 2, 3, 4 സെന്റിമീറ്റർ. ഈ സമചതുരങ്ങളുടെ അല്ലെങ്കിൽ സ്ക്വയറുകളുടെ പെരിമീറ്റർ എത്രയാണെന്ന് നമുക്ക് കാണാം. ചെറിയ ക്ലാസ്സുകളിൽ പെരിമീറ്റർ, സ്ക്വയറിന്റെ പെരിമീറ്റർ കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സ്ക്വയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന് 4 സൈഡും തുല്യ അളവാണ്. അപ്പം 1 സെന്റിമീറ്റർ ആണെങ്കിൽ 1 സെന്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 ഒന്നുകൾ കൂട്ടുന്നതാണ്. അപ്പം പെരിമീറ്റേഴ്സ് 1 സെന്റിമീറ്റർ ആണ് വശമെങ്കിൽ അതിൻ്റെത് 4 × 1 4ആണ്. അതിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ. 2 സെന്റിമീറ്റർ ആണെങ്കിൽ 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 4 2 8 സെന്റിമീറ്റർ ആണ് അതിന്റെ പെരിമീറ്റർ. ഇനി 3 സെന്റിമീറ്റർ വരുന്ന സമചതുരത്തിന്റെ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 3 12 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ വശം വരുന്നതാണെങ്കിൽ 4 4 16 സെന്റിമീറ്റർ ആണ്. ഇനി ഇവയുടെ പരപ്പളവുകൾ അല്ലെങ്കിൽ ഏരിയ എത്രയാണെന്ന് നോക്കാം. ഏരിയ സൈഡ് 1 ആണെങ്കിൽ ഒരു സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്കറിയാം വശത്തിനെ വശം കൊണ്ട് ഗുണിക്കുന്നത്. വശം ഗുണം വശം ആണ് ഒരു സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. 1 സെന്റിമീറ്റർ വശം വരുന്ന സൈഡ് വരുന്ന ഒരു സ്ക്വയറിന്റെ പരപ്പളവ് 1 സ്ക്വയർ അഥവാ 1 × 1 1 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ ആണ് സൈഡ് എങ്കിൽ 2 സ്ക്വയർ അഥവാ 2 × 2 4 സെന്റിമീറ്റർ സ്ക്വയർ. 3 സെന്റിമീറ്റർ വരുന്നത് 3 × 3 3 സ്ക്വയർ 9 സെന്റിമീറ്റർ സ്ക്വയർ. 4 സെന്റിമീറ്റർ ആണെങ്കിൽ 4 സ്ക്വയർ 16 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ. ഇനിയും നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഈ സമചതുരങ്ങളുടെ വികരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വികരണം എന്ന് പറയുന്നത് ഡയഗണൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ യോജിപ്പിക്കുന്നതിനെയാണ് ഡയഗണൽ എന്ന് പറയുന്നത്. സൈഡും ഡയഗണലും തമ്മിലുള്ള ബന്ധവും നമുക്കറിയാം. ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പൊ ഇവിടെ ഉള്ള ബന്ധം √2a. ഇത് a ആണെങ്കിൽ
ഒരു സൈഡ് സ്ക്വയറിന്റെ സൈഡ് എ ആണെങ്കിൽ √2a ആയിരിക്കും അതിന്റെ ഡയഗണലിന്റെ നീളം അഥവാ വികരണത്തിന്റെ നീളം എന്ന് പറയും. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ ഡയഗണലിന്റെ നീളം 1 സെന്റിമീറ്റർ ആകുമ്പോൾ √2 × 1 √2 വരും, 2 സെന്റിമീറ്റർ വരും. 2 സെന്റിമീറ്റർ ആകുമ്പോൾ 2 × √2 2√2 വരും. സൈഡിനെ √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി, 2√2 വരും. 3 ആവുമ്പോൾ 3√2 ആയിരിക്കും അതിന്റെ വികരണം എന്ന് പറയുന്നത്. 4 ആവുമ്പോൾ 4√2 ആയിരിക്കും സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ വികരണം എന്ന് പറയുന്നത്. ഇവിടെ സൈഡ് 1 2 3 4. ഇനി അടുത്ത സൈഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതേ ചിത്രം തുടർന്ന് വരയ്ക്കുകയാണെങ്കിൽ ഒരു സൈഡ് 5 സെന്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരമാണ് നമ്മൾ വരയ്ക്കുക. അപ്പൊ ഇതിങ്ങനെ നമ്മൾ കൂട്ടി ഓരോ സൈഡും ഓരോ സെന്റിമീറ്റർ, സ്ക്വയറിന്റെ സെന്റിമീറ്റർ ഓരോ സെന്റിമീറ്റർ കൂട്ടി വരച്ച ചിത്രമാണ്. അങ്ങനെയാകുമ്പോൾ അതിന്റെ പെരിമീറ്റർ നമുക്കറിയാം സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ്. അപ്പൊ ഒന്നാമത്തത് 4, രണ്ടാമത്തത് 2 സെന്റിമീറ്റർ വരുമ്പോൾ 8, 3 സെന്റിമീറ്റർ വരുമ്പോൾ 12, 4 സെന്റിമീറ്റർ വരുമ്പോൾ 16. ഇനി 5 സെന്റിമീറ്റർ ആകുമ്പോൾ 5 × 4 20 എന്ന് വരും. ഇതിങ്ങനെ തുടർന്ന് പോകും. 4 കൊണ്ട് സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇതിന്റെ പെരിമീറ്റർ കിട്ടും. ഏരിയ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ ആണ്. സൈഡ് 1 സെന്റിമീറ്റർ ആകുമ്പോൾ സ്ക്വയർ ഏരിയ 1, 2 ആകുമ്പോൾ 4, 3 ആകുമ്പോൾ 9, 4 ആകുമ്പോൾ സ്ക്വയർ 16, ഇനി 5 ആകുമ്പോൾ 24. ഇതിങ്ങനെ കൂടി. അതുപോലെ ഡയഗണൽ √2a ആണെന്ന് പറഞ്ഞു. 1 ആകുമ്പോൾ √2, 2 ആകുമ്പോൾ 2√2, 3 ആകുമ്പോൾ 3√2, 4 ആകുമ്പോൾ 4√2, 5 ആകുമ്പോൾ 5√2. ഇതിങ്ങനെ തുടർന്നു പോകും. ഇവിടെ സംഖ്യകളെ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 1 2 3 4 ഒന്നാമത്തെ വരി. രണ്ടാമത്തെ വരി പെരിമീറ്റർ 4 8 12 16, ഏരിയ 1 4 9 16, ഡയഗണൽ √2 2√2 3√2 4√2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ സംഖ്യകളെ ഒരു ബന്ധത്തിന്റെ പേരിൽ ക്രമമായി എഴുതുന്നതിനെയാണ് സംഖ്യാശ്രേണികൾ എന്ന് പറയും, അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. സംഖ്യകളെ ഏതെങ്കിലും ഒരു ബന്ധത്തിന്റെ പേരിൽ അവയെ കൂട്ടമായി എഴുതുന്നതിനെയാണ് സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. ഈ സംഖ്യാശ്രേണികളെ കുറിച്ചും അവയുടെ ബീജഗണിത രൂപവും, അതായത് ഓൾജിബ്രിക് ഫോം, ജനറൽ ഫോം, ഇതിനെ കുറിച്ചാണ് ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ജിയോമെട്രിയിലൂടെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പരിശോധിക്കാം. മറ്റൊരു ചിത്രം, അത് സ്ക്വയർ തന്നെയാണ്, സമചതുരങ്ങൾ തന്നെയാണ്. നേരത്തെ നമ്മൾ ഓരോ സെന്റിമീറ്റർ ആണ് സൈഡ് കൂട്ടിയിരുന്നത്. ഇപ്പോൾ ഉള്ള ചിത്രങ്ങളിൽ ഒന്നാമത്തതിന്റെ ഒരു സൈഡ്, ഒരു വശം 1 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തതിന്റെ ഒരു സൈഡ് 1.5 സെന്റിമീറ്റർ, അതായത് 1.5 സെന്റിമീറ്റർ, 1/2 സെന്റിമീറ്റർ വീതം കൂട്ടിയിരിക്കുന്നു. അങ്ങനെയാവുമ്പോൾ അതിന്റെ പെരിമീറ്റർ, ഏരിയ, ഡയഗണൽ ഇവ നമുക്കൊന്ന് കാണാം. സൈഡ്സ് നമുക്കറിയാം 1 1.5 2 2.5. പെരിമീറ്റർ സൈഡ് 1 ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സൈഡും പെരിമീറ്ററും തമ്മിലുള്ള ബന്ധം സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 4 × സൈഡാണ് പെരിമീറ്റർ. കാരണം 4 സൈഡും ഈക്വൽ ആണ്. ഈ 4 സൈഡും കൂടെ കൂട്ടുന്നതാണ് ഇതിന്റെ സമ്മാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ സൈഡ് 1 സെന്റിമീറ്റർ ആകുമ്പോൾ പെരിമീറ്റർ 4 സെന്റിമീറ്റർ നമ്മൾ നേരത്തെ കണ്ടു. 1.5 ആകുമ്പോൾ 1.5ന്റെ 4 ടൈംസ്, അതായത് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5, 4 × 1.5 6 സെന്റിമീറ്റർ ആണ് വരിക. 2 ആകുമ്പോൾ 2 × 4 8 സെന്റിമീറ്റർ വരും. 2.5 ആകുമ്പോൾ 2.5ന്റെ 4 ടൈംസ് 10 സെന്റിമീറ്റർ വരും. അപ്പോൾ പെരിമീറ്റർ 4 6 8 10 എന്ന് കിട്ടും. എല്ലാറ്റിന്റെയും സൈഡിന്റെ 4 ടൈംസ്. ശരി, ഇനി ഇതിന്റെ ഏരിയ നമുക്കറിയാം. സൈഡ് എ ആണെങ്കിൽ ഏരിയ a² ആണ്. സൈഡ് 1 ആണെങ്കിൽ 1 ന്റെ സ്ക്വയർ 1, 1.5ന്റെ സ്ക്വയർ
1.5 സ്ക്വയർ എന്ന് പറയുന്നത് 1.5 എന്ന് പറയുന്നത് 1 × 2 + 1/2 ആണ്, 3/2 ആണ്. 3/2 സ്ക്വയർ 9/4 ആണ്, 9/4. ഇത് 1.5 എന്ന് പറയുന്നത് 1.5 എന്ന് പറയുന്നത് 1 × 2 + 1/2 ആണ്. That is 2 + 1/2 is equal to 3/2 ആണ്. അപ്പൊ ഇങ്ങനെ ഭിന്നസംഖ്യകളെ മിശ്രഭിന്നങ്ങൾ, ഇത് മിശ്രഭിന്നാണ്, ഇത് മാറ്റുന്ന രീതിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 1.5 സ്ക്വയർ 3/2 സ്ക്വയർ 9/4 ആണ്. ഇനി 2 സ്ക്വയർ നമുക്കറിയാം 4 ആണ്. 2.5 സ്ക്വയർ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 2 × 2 4 + 1 5/2, that is 25/4. 5 സ്ക്വയർ 25, 2 സ്ക്വയർ 4. അപ്പൊ ഏരിയയുടെ സ്ക്വയർ റൂട്ട്. ഇനി ഡയഗണൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു √2. ഡയഗണൽ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പം സൈഡ് എ ആണെങ്കിൽ √2a ആണ്. അപ്പൊ സൈഡിനെ √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ, ഗുണിച്ചാൽ ഡയഗണലിന്റെ നീളം കിട്ടും. അപ്പൊ 1നെ √2 കൊണ്ട് ഗുണിച്ചാൽ √2 എന്ന് തന്നെയാണ് കിട്ടുക. √2 × 1 √2. അതുപോലെ 1.5 എന്ന് പറയുന്നത് നമ്മൾ 3/2 ആണ്. 3/2ന്റെ √2 × 3/2, 3/2 √2 എന്ന് കിട്ടും. അല്ലെങ്കിൽ 1.5 √2 എന്ന് എഴുതിയാൽ മതി. 3/2 3/2 √2, 3/2 √2. 3/2 ആണ് സൈഡ്, അതിനെ √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 3/2 √2 എന്ന് കിട്ടും. ഇനി 2 ആവുമ്പോൾ 2ന്റെ 2 √2 എന്ന് വരും. √2a 2 √2 എന്ന് വരും. ഇത് 5/2 ആണ്. 5/2 √2 എന്ന് 5/2 √2 എന്ന് വരും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൈഡ് 1 1.5 2 2.5 ഇനി എടുക്കുന്നത് 3 ആയിരിക്കും. അപ്പൊ 3ന്റെ 4 ടൈംസ് പെരിമീറ്റർ വരും. 3ന്റെ സ്ക്വയർ ഏരിയ വരും. 3 × √2 അതിന്റെ ഡയഗണലിന്റെ നീളം വരും. ഇതിങ്ങനെ തുടർന്ന് പോകും. അപ്പൊ ഈ ഒരു ബന്ധം വെച്ച് ഒരു കൂട്ടസംഖ്യയുടെ എഴുതിയിരിക്കുന്നു 1 1.5 2 2.5. ഇത് ഒരു നമ്പർ പാറ്റേൺ ആണ്, അഥവാ നമ്പർ സീക്വൻസ് ആണ്. അതുപോലെ 4 6 8 10, അടുത്തത് നമുക്കറിയാം 12. ഇങ്ങനെയാണ് പോവാം. 1ന്റെ പെരിമീറ്റർ 4, പിന്നെ 1.5 3 ആവുമ്പോൾ 3 × 4 12 ഇങ്ങനെ പോകും. അപ്പൊ ഇത് നമ്പർ സീക്വൻസ് ആണ്. അതുപോലെ ഏരിയ 1 9/4 4 20/4 എന്നിങ്ങനെ കിട്ടും. ഇത് മറ്റൊരു സീക്വൻസ് ആണ്, ഏരിയയുടെ സീക്വൻസ് ആണ്. ഡയഗണൽ √2 3/2 √2 2 √2 5/2 √2 ഇത് മറ്റൊരു സീക്വൻസ് ആണ്. അപ്പം സൈഡ്സ് 1 1.5 2 2.5 ഇങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ സൈഡും പെരിമീറ്ററും ഏരിയയും ഡയഗണലുമാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ചിത്രം പരിശോധിക്കാം. ഇതുപോലെ തന്നെ ഇവിടെ ഞാൻ 1 മീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ മറ്റൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ പ്രത്യേകത, ആദ്യം വരച്ച സ്ക്വയറിന്റെ 1 മീറ്റർ സൈഡ് വരുന്ന സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ്, 4 സൈഡിന്റെയും മിഡ് പോയിന്റ്സ് യോജിപ്പിച്ചാണ് അതിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരം വരച്ചിട്ടുള്ളത്. അങ്ങനെയാവുമ്പം ഇതിന്റെ സൈഡ്സ് ഓരോ സൈഡ്, അതായത് ഓരോ വശവും എങ്ങനെ വരും, ഇങ്ങനെ പകുതിയാക്കി സൈഡ്സ് പകുതിയാക്കിയിട്ട് സമചതുരം വരയ്ക്കുമ്പോൾ അഥവാ സ്ക്വയർ വരയ്ക്കുമ്പോൾ അതിന്റെ സൈഡും ഡയഗണലും ഏരിയയൊക്കെ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള സമചതുരത്തിന്റെ വശം ഇതാണ് നമുക്ക് കാണുന്നത്. ഉള്ളിലുള്ള സമചതുരത്തിന്റെ വശം കാണാൻ നമുക്കറിയാം, വലിയ സമചതുരത്തിന്റെ വശം 1 മീറ്ററാണ് സൈഡ്. അങ്ങനെയാവുമ്പം ഈ ഉള്ളിലുള്ള സമചതുരത്തിന്റെ ഡയഗണൽ, ഈ ഡയഗണൽ ഇത് 1 മീറ്ററാണ്. രണ്ടും ഒരേ അളവാണ്, 1 മീറ്റർ. സ്ക്വയർ ആയതുകൊണ്ട് എവിടെ ലെങ്ത് എടുത്താലും ഇത് പാരലൽ സൈഡ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. 1 മീറ്റർ ആണെങ്കിൽ ഇത് 1 മീറ്റർ ആണ്. അത് ചെറിയ ഉള്ളിൽ വരച്ച മിഡ് പോയിന്റ്സ് യോജിപ്പിച്ച് വരച്ച സ്ക്വയറിന്റെ ഡയഗണലാണ് അഥവാ വികരണമാണിത്. അത് 1 മീറ്റർ ആണ്. വികരണം 1 മീറ്റർ ആണെങ്കിൽ അതിന്റെ സൈഡ് എത്ര എന്നാണ് നമുക്ക് കാണുന്നത്. വികരണം 1 മീറ്റർ ആണെങ്കിൽ സൈഡ് എങ്ങനെ കാണും?
നമ്മൾ പറഞ്ഞു √2 a എന്നുള്ളതിനെ √2 കൊണ്ട് ഗുണിച്ചാൽ ഡയഗണൽ ഡി കിട്ടും, അഥവാ വികരണം കിട്ടും. സൈഡ് കിട്ടും, വശം കിട്ടിയാൽ ആ വശത്തിനെ √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് വികരണം കിട്ടുക. അങ്ങനെയാകുമ്പോൾ എ എങ്ങനെ കിട്ടും? ഡി നമുക്കറിയാം, ഡിയിൽ നിന്ന് എ കാണാൻ d/√2 കണ്ടാൽ. വികരണം അറിയാമെങ്കിൽ ആ വികരണത്തിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈഡ് കിട്ടും, അഥവാ വശത്തിന്റെ നീളം കിട്ടും. വശത്തിന്റെ നീളത്തിനെ √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ വികരണത്തിന്റെ അഥവാ ഡയഗണലിന്റെ നീളം കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഡയഗണൽ അറിയാം, അപ്പം വശം കാണാൻ വേണ്ടി അതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് 1 മീറ്റർ ആണെങ്കിൽ ഇത് 1/√2 മീറ്റർ ആയിരിക്കും. 1/√2 മീറ്റർ ആയിരിക്കും സൈഡ് എന്ന് കിട്ടി. ഇനി വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിലുള്ള ത്രികോണത്തിനെ ഉള്ളിലുള്ള സമചതുരത്തിനെ അഥവാ സ്ക്വയറിനെ വീണ്ടും പകുതിയാക്കും. അതിന്റെ മിഡ് പോയിന്റ്സ് യോജിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വേറെ വരയ്ക്കും. അതിന്റെ മിഡ് പോയിന്റ്സ് യോജിപ്പിക്കും. അപ്പൊ ഇത് 1/√2 ആണ് ഇതിന്റെ സൈഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഇത് തുല്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 1/√2 ആണെങ്കിൽ ഇതും 1/√2. അപ്പൊ ഡയഗണൽ 1/√2 ആവുമ്പോൾ 1/√2/√2 എന്ന് വരും. ഇതിന്റെ സൈഡ് 1/√2/√2 എന്ന് വരും. ഡി സൈഡ് എ 1/√2 d/√2 ആണ് സൈഡ് എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് 1/√2 ആണ്. അതിനെ വീണ്ടും √2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1/√2/√2 is equal to 1/√2 into √2, that is 1/2. 1/√2/√2 എന്ന് പറയുന്നത് 1/√2 into √2, that is √2 into √2 സമം 2. അപ്പോൾ 1/2 എന്ന് കിട്ടും. ഇത് 1/2 എന്ന് കിട്ടും. ഇത് സൈഡ് 1/2. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ അതിന്റെ മിഡ് പോയിന്റ്സ് ഈ ഉള്ളിൽ വരച്ചിരിക്കുന്ന സമചതുരത്തിന്റെ മിഡ് പോയിന്റ്സിനെ യോജിപ്പിച്ച് വീണ്ടും നമ്മൾ വരയ്ക്കും. ഒരു സമചതുരം വരയ്ക്കും. ഇങ്ങനെ നമ്മൾ മിഡ് പോയിന്റ്സിനെ യോജിപ്പിച്ച് സമചതുരം ചെറുതാക്കി കൊണ്ടുവരും. അപ്പൊ അത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതിന്റെ സൈഡ് തൊട്ട് മുമ്പ് വരച്ചതിന്റെ സൈഡ് 1/2 ആയതുകൊണ്ട് ഇതിന്റെ ഡയഗണൽ 1/2 ആണ്. ഇത് 1/2 ആണ്. ഡയഗണൽ 1/2 ആണെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് ആ ഡയഗണലിനെ 1/2/√2 ആണ്. അതിനെ √2 കൊണ്ട് ഹരിക്കുന്നു. d/√2. അപ്പം 1/2 into √2 1/2√2 എന്ന് കിട്ടും. ഇത് ഇതിന്റെ സൈഡ് 1/2√2 എന്ന്. ഇങ്ങനെയാണ് വരും. ആദ്യത്തിന്റെ ഒരു വശം 1 മീറ്റർ, അതിന്റെ മിഡ് പോയിന്റിനെ യോജിപ്പിച്ച് വരച്ചാൽ വശം 1/√2 മീറ്റർ, അതിന്റെ മിഡ് പോയിന്റിനെ യോജിപ്പിച്ച് വരച്ചാൽ 1/2 മീറ്റർ, അതിന്റെ മിഡ് പോയിന്റിനെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സ്ക്വയറിന്റെ സൈഡ് 1/2√2 മീറ്റർ. ഇങ്ങനെയായിരിക്കും വരിക. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന സൈഡ്സിന്റെ ശ്രേണിയാണ് ഇവിടെ എഴുതുന്നത്. സൈഡ്സ് 1 മീറ്റർ, 1/√2 മീറ്റർ, 1/2 മീറ്റർ, 1/2√2 മീറ്റർ. ഇതിങ്ങനെ ഈ ശ്രേണിയിൽ തുടങ്ങാം. ഇനി ഇതിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് കാണാം. പെരിമീറ്റർ മീൻസ് ചുറ്റളവുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1 ആണ് സ്ക്വയറിന്റെ സൈഡ് എങ്കിൽ പെരിമീറ്റർ 4 × 1 4 മീറ്റർ വരും. 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 1/√2 into 4 എന്ന് വരും. 1/√2 into 4, അതായത് 4/√2 എന്ന് വരും. 1/√2 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 4/√2. വീണ്ടും അതിനെ ചെറുതാക്കാം, അതോടെ നിന്നുണ്ട്. ഇനി 1/2 into 4 എന്ന് വരും. 4/2. 4/2 എന്ന് പറയുന്നത് 2 ആണ്.
ഇനി 1/2 √2 ഇൻറ്റു 4 4/2 √2. ഇത് വീണ്ടും ചെറുതാക്കാം, 2/√2 എന്ന്. അപ്പം ഞാനത് അങ്ങനെ തന്നെയാണ് ശ്രേണി കാണിക്കാൻ വേണ്ടി എഴുതി. ഇപ്പോൾ പെരിമീറ്ററിന്റെ ശ്രേണിയാണ് 4/√2 4/2 4/2 √2. ഇനി മൂന്നാമത് ഏരിയ. ഏരിയയുടെ സീക്വൻസ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. സൈഡ് 1 ആകുമ്പോൾ ഏരിയ നമുക്കറിയാം, സൈഡ് എ ആണെങ്കിൽ a², 1 ആകുമ്പോൾ 1² 1 വരും. 1/√2 ആകുമ്പോൾ 1/√2 സ്ക്വയർ 1/2 എന്ന് വരും. 1/√2 സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, √2 സ്ക്വയർ √2 ഇൻറ്റു √2 2. ഇനി 1/2 സ്ക്വയർ നമുക്കറിയാം, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 1/4. 1/2 √2 സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4 4 ഇൻറ്റു 2 8. 1 ഏരിയ അഥവാ പരപ്പളവ് 1 1/2 1/4 1/8 പകുതിയായി പോകുന്നതായിട്ട് കാണാം. 1 1/2 ആവും, പിന്നെ അത് 1/4 ആവും, പിന്നെ അത് 1/8 ആവും. ഇങ്ങനെ കുറഞ്ഞു ഈ ശ്രേണി ഇങ്ങനെ തുടരും. ഇനി നാലാമത്തത് അതിന്റെ ഡയഗണലാണ്. ഡയഗണൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഇതിലേക്ക് ഒന്ന് എഴുതി കാണിക്കാം. ഡയഗണൽ √2a ആണ്. അപ്പൊ സൈഡ് 1 ആവുമ്പോൾ √2 ഇൻറ്റു 1 പറഞ്ഞാൽ √2. ഇനി സൈഡ് 1/√2 ആവുമ്പോൾ ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ √2a 1/2 √2 ഇൻറ്റു 1/2 √2/√2 ദാറ്റ് ഈസ് 1 എന്ന് ഡയഗണൽ. ഇനി 1/2 ഇൻറ്റു √2 അത് √2/2. √2/2 എന്ന് പറയുന്നത് 1/√2 ആണ്. നമ്മൾ അങ്ങനെ തന്നെ √2/2. 1/2 √2 ഇൻറ്റു √2 ദാറ്റ് ഈസ് 1/2 എന്ന്. 1/2 അതായത് 1/2 √2 ഇൻറ്റു √2. അപ്പോൾ √2 ന്യൂമറേറ്ററിൽ വരുന്ന √2 ഡിനോമിനേറ്ററിൽ വരുന്ന √2 ക്യാൻസൽ ആവും, ദാറ്റ് ഈസ് 1/2. ഈ √2/2 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ 1/√2 എന്ന് മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ ഈ സൈഡ്സിന്റെ ശ്രേണിയാണ് 1 1/√2 1/2 1/2 √2. അപ്പൊ സൈഡ്സിന് ½ മീറ്റർ സൈഡ്സ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അപ്പം അതിന്റെ സൈഡ്സ് 1 1/√2 1/2 1/2 √2 ഇങ്ങനെ പോകും. ഇനി അതായത് ഇവിടെ ചെയ്യുന്നത് ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റ് എടുത്ത് നമ്മൾ അടുത്ത സ്ക്വയർ വരയ്ക്കാം. അപ്പോൾ സൈഡ്സ് വരുന്നത് 1 1/√2 1/2 1/2 √2. അപ്പോൾ അതിന്റെ സൈഡ്സിന്റെ സീക്വൻസ് ആണ്. പെരിമീറ്ററിന്റെ സീക്വൻസ് 4 4/√2 4/2 4/2 √2 എന്ന് പറയുന്ന സീക്വൻസ്. അതിന്റെ ഏരിയയുടെ സീക്വൻസ് 1 1/2 1/4 1/8 ഇങ്ങനൊരു സീക്വൻസ്. ഡയഗണലിന്റെ സീക്വൻസ് √2 1 √2/2 1/2 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഡയഗണലിൽ കിട്ടും. ഇങ്ങനെ നേരത്തെ പറഞ്ഞതിനെ ഒരിക്കൽ കൂടെ പറയുകയാണ്. ഇങ്ങനെ കുറെ സംഖ്യകൾ ഒരു ബന്ധത്തിന്റെ പേരിൽ എഴുതുന്നതിനെയാണ്, ഒരു കൂട്ടം സംഖ്യകൾ ക്രമമായി എഴുതുന്നതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. നമുക്കിനി ചെയ്യാനുള്ളത് ഈ സംഖ്യാശ്രേണികളുടെ ബീജഗണിതം നമുക്ക് കാണാം. ബീജഗണിതം എന്ന് പറയുന്നത് ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം. ഇതിപ്പോൾ ഇതില് ഇങ്ങനെ ചെയ്യുമ്പോൾ നാലാമത്തെ സൈഡ് 1/2 √2. ഈ ശ്രേണിയിൽ 10ാമത്തെ സംഖ്യ ഏതായിരിക്കും? അതുപോലെ പെരിമീറ്റർ കാണുമ്പോൾ ഈ സൈഡ്സ് ഇങ്ങനെ ചെറുതാക്കി പോകുമ്പോൾ മിഡ് പോയിന്റ്സ് എടുത്ത് സ്ക്വയർ വരച്ചു 10ാമത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉത്തരം കാണാനും, അതുപോലെ അതിന്റെ ഒരു ജനറൽ ഫോം ഏത് സൈഡ് ചോദിച്ചാലും അതിന്റെ പെരിമീറ്ററും ഏരിയയും ഡയഗണലൊക്കെ എഴുതാൻ വേണ്ടി അതിന്റെ ഒരു പൊതുവായ രൂപം, അതിനെയാണ് നമ്മൾ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കാണേണ്ടത്. അതിലേക്ക് നമുക്ക് വരാം.